പപ്പടം കാച്ചുന്നത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് പപ്പടം കാച്ചുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ് കേട്ടോ. കാരണം നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് നല്ല പപ്പടം, നല്ല ഇങ്ങനെ പൊള്ളച്ച് വരുന്ന പപ്പടമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇവിടെ പപ്പടം കിട്ടും, ഗുരുവായൂർ പപ്പടം, കൈരളി പപ്പടം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് കിട്ടും. പക്ഷേ അത് കാച്ചി വരുമ്പോൾ ഒരു അപ്പളത്തിൻ്റെ ടേസ്റ്റ് പോലും ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്കും ഞാൻ മേടിക്കാറുമില്ല, തീരെ ടേസ്റ്റ് ഉണ്ടാവാറുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പപ്പടം മേടിക്കാറില്ല. പക്ഷേ നാട്ടിൽ പോയി വരുമ്പോൾ നല്ലൊരു പരിധി ഉണ്ടല്ലോ കൊണ്ടുവരാൻ പറ്റുന്നതിന്. അത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കുള്ളൂ, എന്നാലും കൊണ്ടുവന്നത് ഒരു മാസമൊക്കെ വരെ കേടാകാതെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അത് ആ പാക്കറ്റ് പൊട്ടിക്കാതെ തന്നെ ചെറിയ ചെറിയ പാക്കറ്റിലാണ് കൊണ്ടുവരിക. അപ്പോൾ ചെറിയ പാക്കറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു വട്ടം ഉപയോഗിച്ചാൽ മതിയാവും. അത് കൊണ്ടുവന്നിട്ട് ആ കവറ് പിന്നെ അതിന് കടലാസിൽ പൊതിയും, നല്ലൊരു കടലാസിൽ പൊതിഞ്ഞ് പിന്നെ കവറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അതേ ഇതിപ്പം 2-3 ആഴ്ചയായി പപ്പടം കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ പാക്കറ്റിലാക്കിയിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് പാക്കറ്റ് പപ്പടമാണ് കേട്ടോ. അപ്പോൾ ചില കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന സമയമുണ്ട് കേട്ടോ. അതായത് സാമ്പാറും പപ്പടവും നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഈ ട്രിവാൻഡ്രം സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, രസവട, പപ്പടം അങ്ങനെയുള്ളൊരു രീതിയുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ പപ്പടം മസ്റ്റായിട്ടും കഴിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷേ പപ്പടം അത്ര ഹെൽത്തി ഒന്നുമല്ല, ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്ന് വിചാരിച്ചിട്ട് കഴിക്കാതിരിക്കും, ഉണ്ടെങ്കിൽ നമ്മൾ ലാവിഷായിട്ട് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തും അമൃതമായാൽ കുഴപ്പമാണെന്ന് പറയുന്നത് അതാണ്. പപ്പടമില്ലാതെ എന്ത് സദ്യ എന്ന് പറയണ പോലെയാണ് കേട്ടോ. ചില കറികളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പപ്പടം ഒന്ന് നമ്മൾ ഓർമ്മിച്ച് പോകും. പപ്പടം ഉണ്ടായിരുന്നില്ല കുറച്ചുകൂടി ടേസ്റ്റ് ആയേനെ. എനിക്ക് ഫിഷ് കറി പപ്പടം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം. അതുപോലെ എൻ്റെ ഫേവറേറ്റ് കോംബോ എന്ന് പറയുന്നത് പുട്ടും പപ്പടവും അതുപോലെ ഉപ്പുമാവും പപ്പടവും കേട്ടോ. അത് പഴം ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, കടലില്ലെങ്കിലും കുഴപ്പമില്ല. പുട്ടും പപ്പടം അതുപോലെ പഴവും പപ്പടം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള കോംബോ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയാണ് പപ്പടത്തിൻ്റെ കഥകളോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ പപ്പടം എന്തിൻ്റെ കൂടെ, ഏത് കറിയുടെ കൂടെ കഴിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനാണേ. ഞാൻ പപ്പടം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് വീടുകളിൽ ഉണ്ടാക്കുന്ന അവിടെ നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ.